നമസ്കാരം. പ്രതിപക്ഷ ഉപനേതൃ പദവി പ്രശ്നത്തിൽ വിജയം CPM-ന് തന്നെ. പിണറായി വിജയൻ എടുത്ത നിലപാട് തന്നെയാണ് വിജയിച്ചത്. ഉപനേതൃപദവി പ്രശ്നത്തിൽ CPM-നെ മുൾമുനയിൽ നിർത്തിയ CPI-ക്കൊടുവിൽ CPM-ന് മുന്നിൽ മുട്ടുകുത്തുക തന്നെയാണ് ചെയ്യേണ്ടി വന്നത്. ഉപനേതൃപദവിയിൽ വിട്ടുവീഴ്ചയില്ലെന്നും അത് ചർച്ച ചെയ്യേണ്ട കാര്യം പോലുമില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ ഈ വിവാദം കത്തി നിൽക്കുമ്പോൾ പറഞ്ഞത്. ഉപനേതൃപദവി ആവശ്യപ്പെട്ട CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടതുമുന്നണി കൺവീനർ TK രാമകൃഷ്ണന് കത്ത് കൊടുത്ത ശേഷമായിരുന്നു പിണറായിയുടെ പ്രതികരണം. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്താണോ തീരുമാനം എടുത്തതെന്നും പിണറായി അന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ CPM-ന്റെ നിലപാട് വിട്ടുവീഴ്ചയില്ലാത്തതാണെന്ന് വ്യക്തമായി. എന്നാൽ ബിനോയ് വിശ്വവും CPM-ഉം പഴയ PM ശ്രീയുടെ ലഹരിയിൽ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ CPM-ന്റെ ഈ നിലപാടിൽ തട്ടിത്തകർന്നത് CPI-യുടെ വാശി തന്നെയാണ്. പ്രതിപക്ഷ ഉപനേതൃ പദവി പ്രശ്നത്തിൽ മുന്നണി വിടാനൊന്നും CPI-ക്ക് കഴിയില്ലെന്ന് CPM-ന് ബോധ്യമായിരുന്നു. പദവി CPM കൈവശം വച്ചതുമാണ്. ഇതൊരു കീഴ്വഴക്കം എന്നൊന്നും പക്ഷേ പറയാനും കഴിയുമായിരുന്നില്ല. കീഴ്വഴക്കം മാറുന്നതിന് കുഴപ്പമില്ല, ഇത് പിന്നെ കീഴ്വഴക്കമായി മാറുകയും ചെയ്യും. എന്നാൽ പിണറായി വിജയൻ അണുവിട പോലും പിന്നോട്ട് മാറിയില്ല. LDF സംയുക്ത നേതൃയോഗത്തിൽ സംബന്ധിക്കാൻ തയ്യാറാകാതെ CPI ബലം പിടിച്ചെങ്കിലും CPM-ന്റെ പിണറായിയുടെ സ്റ്റാൻഡ് തന്നെയാണ് ഒടുവിൽ വിജയിച്ചത്. ഇതോടെ പഴയ PM ശ്രീ സമയത്ത് നഷ്ടമായ ആജ്ഞാശക്തി തന്നെയാണ് പിണറായി വീണ്ടെടുത്തത്. തീരുമാനമെടുത്താൽ പിന്നോട്ട് പോകാത്ത പിണറായിക്ക് PM ശ്രീയിൽ പിന്നോട്ട് പോകേണ്ടി വന്നിരുന്നു. കേന്ദ്രവുമായി സംസ്ഥാനം ധാരണാപത്രത്തിൽ ഒപ്പിട്ട ശേഷമായിരുന്നു ഈ പിൻവാങ്ങൽ. അത് CPM-നും പിണറായി വിജയന് വ്യക്തിപരമായും വലിയ തിരിച്ചടിയായിരുന്നു. ഇതിന് CPI വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഉറപ്പായിരുന്നു. CPM-ന്റെ കരുത്തില്ലെങ്കിൽ ഒരു സീറ്റ് പോലും ജയിക്കാൻ കഴിയാത്ത പാർട്ടിയാണ് CPI എന്ന കാര്യമാണ് PM ശ്രീ സമയത്ത് CPI മറന്നുപോയത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് മാത്രമല്ല CPI-ക്കും വലിയ തിരിച്ചടി തന്നെ നേരിട്ടു. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിച്ച ബിനോയ് വിശ്വത്തോട് അത് മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ടേ എന്നാണ് പിണറായി തിരിച്ചു ചോദിച്ചത്. ഇപ്പോൾ PM ശ്രീ ഘട്ടത്തിൽ എടുത്ത പോലെ കടുത്ത തീരുമാനവുമായി പ്രതിപക്ഷ ഉപനേതൃപദവിയിൽ ഉറച്ചു നിന്ന ബിനോയ് വിശ്വത്തിനും CPI-ക്കും CPM-ന് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നിരിക്കുന്നു. ജയിച്ചത് പിണറായി വിജയന്റെ നിലപാട് തന്നെയാണ്.